AP അനിൽകുമാർ കൂടി മന്ത്രിസ്ഥാനം ഉറപ്പിക്കുന്നു എന്നുള്ള വിവരം വരുന്നുണ്ട്. അമൽ, അനിൽകുമാർ ഉറപ്പിച്ചോ? AP അനിൽകുമാറിൻ്റെ കാര്യം ഏകദേശം ഉറപ്പ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. KC വേണുഗോപാലിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളതിനും അപ്പുറത്ത് മുൻ മന്ത്രി, അതോടൊപ്പം ആ മേഖലയിൽ നിന്ന് ഉള്ള പരിഗണന, എന്തായാലും ഒരു മുതിർന്ന അംഗം എന്നുള്ളൊരു പരിഗണനയുണ്ട്, മുൻ മന്ത്രി എന്നുള്ള പരിഗണനയുണ്ട്. എന്തായാലും മന്ത്രിയാകും എന്ന് ആദ്യം തന്നെ ഉറപ്പിച്ച ഓരോ പേരായിരുന്നു. പക്ഷേ നമുക്ക് ആദ്യം വന്ന തീർപ്പാക്കിയ പട്ടികയിൽ AP അനിൽകുമാറിൻ്റെ പേര് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ പേരും കൂടെ കൺഫേം ആവുകയാണ്. മാത്രമല്ല, ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രി പട്ടികയിൽ വരണം എന്ന ഒരാവശ്യത്തിലേക്ക്, പിടിവാശിയിലേക്ക് പോകുമ്പോൾ സ്പീക്കർ സ്ഥാനത്തേക്ക് പിന്നീട് N ശക്തൻ വഴങ്ങേണ്ടി വരുമോ എന്നുള്ളതാണ് അല്ലേ? N ശക്തനെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എന്തായാലും കൂടുതൽ മന്ത്രിമാർ വരുന്നത് സംബന്ധിച്ചുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ N ശക്തനെ തിരുവഞ്ചൂരിന് മന്ത്രിസ്ഥാനത്തേക്ക് കൊടുക്കുകയും ശക്തനെ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ആ ഒരു സാധ്യത നിലനിൽക്കുകയാണ്. കാരണം ആ സ്ഥാനത്ത് ഇരുന്ന് പരിചയമുള്ള ആളാണ് ശക്തൻ. അതിനാൽ തന്നെ ശക്തനെ പരിഗണിക്കാൻ വേണമെങ്കിൽ, പക്ഷേ ആ കാര്യത്തിൽ ഒരു അന്തിമ ധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. തിരുവഞ്ചൂരിനെ സംബന്ധിച്ചിടത്തോളം തിരുവഞ്ചൂരിന് സ്പീക്കർ സ്ഥാനത്തേക്ക് എത്താൻ നിലവിൽ താല്പര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രി തന്നെ ആവണം എന്നുള്ള നിലപാടിൽ തിരുവഞ്ചൂർ ഉറച്ചു നിൽക്കുകയാണ്. മാർഷൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് തിരുവഞ്ചൂർ തയ്യാറല്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തിരുവഞ്ചൂരിനെ മന്ത്രിയാക്കുമോ, അതോ തിരുവഞ്ചൂരിനോട് സംസാരിച്ച് തിരുവഞ്ചൂരിനെ അനുനയിപ്പിച്ച് സ്പീക്കറാക്കാനുള്ള ഒരു നീക്കം ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും സഭയിലേക്ക് എത്തുമ്പോൾ സഭയിലെ നടപടിക്രമങ്ങളൊക്കെ വീക്ഷിക്കുന്ന ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഈ സ്പീക്കർമാരൊക്കെ പല കാര്യങ്ങളും പറയുമ്പോൾ സ്പീക്കർമാരെ തിരുത്തുന്ന തിരുവഞ്ചൂരിനെ നമ്മൾ പലപ്പോഴും കാണുന്നു. തിരുവഞ്ചൂർ കൃത്യമായി ചട്ടം പറയുന്ന, അതോടൊപ്പം തന്നെ തിരുവഞ്ചൂർ കീഴ്വഴക്കങ്ങൾ പറയുന്ന, തിരുവഞ്ചൂരിന് അറിയാത്ത ചട്ടങ്ങളൊക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നു. ഇത്രയും കാലത്തെ ഒരു പ്രവർത്തന പരിചയത്തിൻ്റെ ഗുണം കൂടിയാണ്. അപ്പോൾ തിരുവഞ്ചൂർ ആ കാര്യമൊക്കെ കൃത്യമായി പറയുന്ന ആളാണ്, കാര്യങ്ങൾ അറിയാവുന്ന ആളാണ്. അതിനാൽ തന്നെ തിരുവഞ്ചൂരിനെ സ്പീക്കർ ആക്കണം എന്നൊരു ആലോചനയൊക്കെ കോൺഗ്രസിൽ നടക്കുമ്പോൾ തന്നെ മുളയിലെ നുള്ളുകയാണ് എന്ന് പറയേണ്ടി വരും. തിരുവഞ്ചൂർ അതിന് വഴങ്ങുന്നില്ല എങ്കിൽ പക്ഷേ മറ്റു പല പേരുകൾ ഒരുപക്ഷെ ഇപ്പോൾ പറഞ്ഞു കേട്ട ഒരു സാധ്യതയാണ്. അത് ഐ ഗ്രൂപ്പിൻ്റെ ഒരു പ്രമുഖ നേതാവിനോട് സംസാരിച്ചപ്പോൾ, രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുള്ള ആളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്, തിരുവഞ്ചൂരിന് ഇല്ല എങ്കിൽ ഒരുപക്ഷെ AP അനിൽകുമാറിനെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. പക്ഷേ ക്യാമ്പ് ഈ AP അനിൽകുമാറുമായി ബന്ധപ്പെട്ട ആളുകളൊന്നും അത് സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ, ആലോചനകളൊക്കെ എന്തൊക്കെയോ എവിടേക്കോ നടക്കുന്നുണ്ട്. അതായത് സ്പീക്കർ സ്ഥാനം സംബന്ധിച്ച വിഷയത്തിലാണ് ഇപ്പോൾ ഒരു ആശയക്കുഴപ്പം. മന്ത്രിമാരുടെ കാര്യത്തിൽ ഏകദേശം ധാരണയായി വരുമ്പോൾ സ്പീക്കർ സ്ഥാനം എന്നുള്ളതാണോ? എന്താ അക്ഷയ, വ്യക്തമായില്ല. സ്പീക്കർ സ്ഥാനത്തെ ചൊല്ലിയാണല്ലോ സ്പീക്കറായി പരിഗണിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടില്ല. നേരത്തെ ലീഗിന് സ്പീക്കർ സ്ഥാനം നൽകാനുള്ള നീക്കങ്ങൾ നടന്നു. ലീഗ് വേണ്ടെന്ന് പറഞ്ഞു, മന്ത്രിസ്ഥാനം തന്നെ വേണം. ഇപ്പോൾ തിരുവഞ്ചൂരാണെങ്കിലും, ഇപ്പോൾ അനിൽകുമാർ ആണെങ്കിൽ അദ്ദേഹം സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കുമോ? ആർക്കും സ്പീക്കർ സ്ഥാനത്ത് സ്പീക്കറാകേണ്ട, മന്ത്രിയായാൽ മതി എന്നുള്ളതാണോ എല്ലാവരുടെയും ഒരു നിലപാട്? സ്പീക്കർ സ്ഥാനം സംബന്ധിച്ചാണ് ഇപ്പോൾ ഒരു ആശയക്കുഴപ്പം ഉടലെടുത്തിരിക്കുന്നത്. അത് തിരുവഞ്ചൂരിനെയാണ് കോൺഗ്രസ് നേതൃത്വം ഒരു സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കാം എന്ന് കരുതിയിരുന്നത്. N ശക്തൻ പക്ഷേ ഒരു വലിയ ഒരു വിഭാഗത്തിൻ്റെ ഒരു പ്രാതിനിധ്യം കൂടി ഉറപ്പാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ക്യാബിനറ്റിലേക്ക് വരേണ്ടതുണ്ട് എന്നുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇപ്പോൾ ലീഗിന് സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിച്ചതെന്ന് പറയുന്നത് 5 മന്ത്രി എന്നുള്ളത് കുറച്ച് 4 മന്ത്രി സ്ഥാനം ഒപ്പം സ്പീക്കർ. പക്ഷേ അത് സംബന്ധിച്ച് കോൺഗ്രസിലും ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. ലീഗിന് സ്പീക്കർ സ്ഥാനം കൊടുക്കുന്നത് മറ്റൊരു സന്ദേശം നൽകും, അത് ഒരു സമവാക്യത്തെ ബാധിക്കും എന്നൊക്കെയുള്ള ആലോചനകളുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തായാലും ലീഗ് സ്പീക്കർ സ്ഥാനത്തേക്ക് വരുന്നത് എന്തായാലും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അവർക്ക് 5 മന്ത്രി എന്നുള്ള നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. അതിലാരൊക്കെ എന്നുള്ളത് ലീഗിനകത്തൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഇപ്പോൾ തീർക്കാനുള്ള ശ്രമത്തിലാണ് ലീഗ് നേതൃത്വം. അവരുടെ യോഗം ലീഗ് ഹൗസിൽ നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയത് വാഴക്കൻ്റെ ഒരു പ്രതികരണമാണ്. അവർ വലിയ ഹാപ്പിയാണ്. രമേശ് ചെന്നിത്തല വിഭാഗം വലിയ ഹാപ്പി ആയി കഴിഞ്ഞു, ഒരു പ്രശ്നവുമില്ല, നേരത്തെ ഉണ്ടായിരുന്നില്ല എന്നാണ് വാഴക്കൻ പറഞ്ഞത്. മാത്രമല്ല, അതിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് എന്താണ് അമൽ? ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയെന്ന് ഉറപ്പിക്കാമോ? ഒപ്പം ഒരാൾ മന്ത്രിസ്ഥാനത്തേക്ക് വരും. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജോസഫ് വാഴക്കൻ്റെ പേര് പരിഗണിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി രമേശ് ചെന്നിത്തല വിഭാഗം മുന്നോട്ട് വെച്ചു. ആ പിടിവാശിക്കകത്ത് 3 കാര്യങ്ങളായിരുന്നു. ഒന്ന്, എനിക്ക് ആഭ്യന്തരം വേണം. മറ്റൊന്ന്, എൻ്റെ കൂടെയുള്ള 2 പേരെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരണം. ആഭ്യന്തരം പ്ലസ് വിജിലൻസ്, എൻ്റെ കൂടെയുള്ള 2 പേരെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരണം. ഒപ്പം KPCC പ്രസിഡന്റ് സ്ഥാനം ജോസഫ് വാഴക്കന് നൽകണം. അപ്പോൾ ജോസഫ് വാഴക്കൻ്റെ സന്തോഷത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാമല്ലേ അങ്ങനെ ചില നീക്കുപോക്കുകൾ ഉണ്ടായി എന്നുള്ളത്? അതായത് അവർ ഹാപ്പിയാണ്. ഇന്ന് രമേശ് ചെന്നിത്തലയെ VD സതീശൻ വീട്ടിൽ എത്തി കണ്ട ദൃശ്യമാണ്. അതിനുശേഷം പിന്നീട് ഒരു കൂടിക്കാഴ്ച നടന്നു. VD സതീശൻ KC വേണുഗോപാൽ കൂടിക്കാഴ്ച. പക്ഷേ ആ 2 കൂടിക്കാഴ്ചയുടെയും ദൃശ്യങ്ങളൊന്നും വെറുതെ പരിശോധിച്ചാൽ
രമേശ് ചെന്നിത്തല ഭയങ്കര ഹാപ്പിയാണ്. അതായത് ഈ മുഖ്യമന്ത്രി ആരാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ളൊരു ദിവസമുണ്ടല്ലോ, ആ ദിവസം ഞാൻ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തിയ സമയത്ത്, കൃഷ്ണോല്ലാസ റോഡിലുള്ള വീട്ടിലെത്തിയ സമയത്താണ് ഇങ്ങനെ ഹാപ്പിയായി കണ്ടത്. പക്ഷേ കിട്ടിയില്ല, മുഖ്യമന്ത്രി ആകാൻ കഴിഞ്ഞില്ല എന്ന് വന്നപ്പോൾ ഭയങ്കര നിരാശയായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക്. വിളിച്ചാൽ ഫോണിൽ സംസാരിക്കാൻ പോലും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കടുത്ത നിരാശ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നു. ആ രമേശ് ചെന്നിത്തല ഇന്ന് പോസിറ്റീവാണ്, ഭയങ്കര കളിച്ച് തിരിച്ച് പഴയ. ഇന്നലെ വി ഡി സതീശൻ കാണാൻ വന്നപ്പം വി ഡി സതീശൻ എന്തൊക്കെയോ പറയുന്നുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക്. പക്ഷേ രമേശ് ചെന്നിത്തല മനസ്സ് എവിടെയാണ്, ഒട്ടും മുഖം കൊടുക്കുന്നില്ല, മുഖം ഒരുമാതിരി വലിഞ്ഞു മുറുകയാണ് ഇരുന്നത്. ഒരു തിരിച്ചൊരു റിയാക്ഷൻ അല്പം മുൻപ് സംസാരിക്കുമ്പോൾ നമ്മുടെ വി കുഞ്ഞികൃഷ്ണൻ ഒപ്പം നിന്ന് പ്രതികരണം നടത്തുന്ന സമയത്തും ചെന്നിത്തല ഹാപ്പിയാണ്. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്, നിറഞ്ഞ ചിരി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടതൊക്കെയും അത് അംഗീകരിക്കപ്പെട്ടു. അപ്പോൾ നമുക്ക് ഇനി അറിയേണ്ടെന്ന് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിക്ക് ഏതൊക്കെ വകുപ്പുകൾ കിട്ടും, ധനവകുപ്പ് ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ നമുക്ക് മുൻപിലേക്ക് എത്തുന്നുണ്ട്. നേരത്തെ പിണറായി വിജയന് 5 വകുപ്പുകൾ ഉണ്ടായിരുന്നു 2ാം മന്ത്രിസഭയിൽ. അപ്പോൾ ഏതൊക്കെ വകുപ്പുകളാണ് ഇനി ആഭ്യന്തരമില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാകുമ്പോൾ ഏതൊക്കെ വകുപ്പുകൾ വി ഡി സതീശന്, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്, നിയുക്ത മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കൗതുകമാണ്. ഒപ്പം തന്നെ ആരായിരിക്കും സ്പീക്കർ എന്നുള്ളത്. അമല നേരത്തെ പറഞ്ഞ പോലെ തിരുവഞ്ചൂർ സ്പീക്കറായി വരുമ്പോൾ, തിരുവഞ്ചൂർ മന്ത്രിയായപ്പോഴൊക്കെ അദ്ദേഹം സംസാരിച്ച് അദ്ദേഹത്തിനെ മറ്റാളുകൾ തിരുത്തിയത്, അതൊക്കെ അയൽത്തിൽ വ്യക്തിഹത്യ ചെയ്യുന്ന പോലെ സംസാരിക്കുകയല്ല എങ്കിൽ പോലും അതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴും വൈറലായിട്ടുള്ള കുറേ റീലുകളൊക്കെ ഉണ്ട്. പക്ഷേ നേരെ തിരിച്ച് അദ്ദേഹത്തെ നമ്മൾ ആ സ്പീക്കർ സ്ഥാനത്ത് കാണേണ്ടി വരുമോ, അതോ AP അനിൽകുമാർ വണ്ടൂരിൽ നിന്നുള്ള ഒരു 40,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തുടർച്ചയായി 6ാം തവണ വിജയിച്ച് കയറിയതാണ് അദ്ദേഹം, മുൻ മന്ത്രി കൂടിയാണ്, അദ്ദേഹമായിരിക്കുമോ ഉണ്ടാവുക? അങ്ങനെയുള്ള കുറേ സാധ്യതകൾ, സംശയങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ മുൻപിലുണ്ട്. ഏതായാലും AP അനിൽകുമാർ കൂടി മന്ത്രിയാകുമെന്നുള്ള കാര്യം ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് കിട്ടുകയാണ്. നേരത്തെ അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് ആ ലിസ്റ്റിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല.